തിരുവനന്തപുരം ചെങ്കോട്ടുകുളത്ത് പോലീസ് ഉദ്യോഗസ്ഥ അനധികൃതമായി വളർത്തിയ നായ്ക്കളെ കോർപ്പറേഷൻ ഇടപെട്ട് മാറ്റി തുടങ്ങി. നായ വളർത്തൽ ശല്യമായതോടെ അയൽവാസികൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കോർപ്പറേഷൻ നടപടി. നായകൾ ആദ്യം ABC കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. നിരീക്ഷിച്ച ശേഷം ഷെൽട്ടറിലേക്ക് മാറ്റുമെന്ന് മേയർ വി രാജേഷ് പ്രതികരിച്ചു. ചെങ്കോട്ടുകുളം സ്വദേശിയും പോലീസ് ഉദ്യോഗസ്ഥയുമായ മെറ്റിൽഡയാണ് അനധികൃതമായി നായകളെ വളർത്തിയത്. മുന്നിൽ മതിലില്ലാത്ത വീട്ടിൽ മുറികളിലും ടെറസിലുമായി 70ഓളം തെരുവ് നായകളെ പാർപ്പിച്ചു. അയൽവാസികൾക്ക് ശല്യം പലതായിരുന്നു. നായകളുടെ കുരയും ദുർഗന്ധവും. അതിനപ്പുറം പ്രദേശത്തേക്ക് എത്തുന്നവരെ നായകൾ പിന്തുടരാൻ തുടങ്ങിയതോടെ അയൽവാസികൾ പരാതിയുമായി രംഗത്തെത്തി. സംഭവം വിവാദമായതിന് പിന്നാലെയാണ് കോർപ്പറേഷൻ ഇടപെടൽ. മേയറുടെ സാന്നിധ്യത്തിൽ തന്നെ നായകളെ മാറ്റി. തിരുവല്ലത്തെ ABC കേന്ദ്രങ്ങൾ പ്രവേശിപ്പിക്കുന്ന നായകൾക്ക് ആദ്യം ആരോഗ്യ പരിചരണം ഉറപ്പാക്കും. ഇന്ന് കഴിഞ്ഞ് നാളേക്ക് ആകുമ്പോഴേക്കും ABC ചെയ്തു തുടങ്ങും. അതിനുശേഷം അതിന് ഒരാഴ്ചത്തെ റെസ്റ്റ് കൊടുക്കും. കൊടുത്തതിന് ശേഷം മൾട്ടി കമ്പോണൻറ്റ് വാക്സിൻ കൊടുക്കും. അതായത് ഇതിന് വൈറ്റമിനും മിനറൽസും ഒക്കെ കുറവുണ്ടെങ്കിൽ അത് കിട്ടാൻ വേണമെങ്കിൽ ഹെൽത്തി ആയിട്ട് ഇരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അസുഖം വരും. പിന്നെ അതിനുശേഷം ആൻറ്റി റാബിസ് വാക്സിൻ കൊടുക്കും. ഇത് കൊടുത്ത് ഒരാഴ്ച വീണ്ടും നിരീക്ഷിച്ചതിന് ശേഷം ടിക് ഫീവറിൻ്റെ മരുന്ന് കൊടുക്കും, ചെള്ള് പനിക്കുള്ള മരുന്ന് കൊടുക്കും. ഇതൊക്കെ കൊടുത്തതിന് ശേഷം ഒന്ന് പരിശോധിച്ച് അസുഖമൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ട് ബെൽറ്റ്, തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ നായ്ക്കളാണെന്ന് തിരിച്ചറിയുന്ന ബെൽറ്റ് കെട്ടിയിട്ട് ഇന്നലെ ഒരു 50 എണ്ണത്തിന് മാറ്റിയ ഷെൽട്ടറുണ്ട്, ആ ഷെൽട്ടറിലേക്ക് ഞങ്ങൾ മാറ്റും. കോർപ്പറേഷൻ നടപടിയിൽ അയൽവാസികളും ആശ്വാസത്തിലാണ്. 2024 തൊട്ട് ഇതിൻ്റെ പുറകെ ആയിരുന്നു. ആ സമയത്ത് ഏകദേശം 10-15 പട്ടി ഉണ്ടായിരുന്നുള്ളൂ. കോർപ്പറേഷനിൽ ഫസ്റ്റ് ടൈം കംപ്ലയിൻറ്റ് കൊടുക്കുമ്പോൾ പിന്നെ അത് സ്റ്റെറിലൈസ് ചെയ്യാത്തതുകൊണ്ട് ഇപ്പോൾ ഏകദേശം 70 പട്ടികളോളം ആയി. ഹ്യൂമൻ റൈറ്റ്സിലും ഓംബുഡ്സ്മാനിലും എല്ലായിടത്തും കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. ഫൈനലി ഇപ്പോൾ മീഡിയ ഇടപെട്ടപ്പോൾ അത് കൗൺസിലറിൻ്റെ മേയറിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും അതിനൊരു പരിഹാരം ഉണ്ടാവുകയും ചെയ്തു. വളരെ നന്ദിയുണ്ട് അതിൽ. കഴക്കൂട്ടം സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥയായ മെറ്റിൽഡ നായകളെ മാറ്റുന്നതിൽ സന്നദ്ധത അറിയിച്ചിരുന്നു. എന്നാൽ നായകളെ പുനരധിവസിപ്പിക്കാൻ കോർപ്പറേഷന് സൗകര്യമില്ലാത്തതായിരുന്നു നടപടി വൈകാൻ കാരണം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.